അയ്യോ വണക്കം. ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് മാഹീൻ അടുത്ത വള്ളിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എവന് മാത്രം ഇത്രയധികം വള്ളി എവിടെ നിന്ന് കിട്ടുന്നു എന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ തവണ ഞാൻ മാഹീനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തത് ഇയാളെ വംശീയമായി ഒരാൾ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു. സ്വിറ്റ്സർലാൻഡിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് അധിക്ഷേപിക്കാൻ ശ്രമിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ട്രെയിനിൽ ഇയാൾ കോച്ച് മാറി കയറി. ട്രെയിനിൽ ഇയാൾക്ക് കോച്ച് മാറി കയറിയത് ഇയാൾക്ക് ആ കോച്ചിൻ്റെ ടിക്കറ്റ് വായിച്ചിട്ട് ഇത് ഏത് കോച്ചാണ് അങ്ങനെയൊന്നും ഇയാൾക്ക് മനസ്സിലായില്ല. അതിൻ്റെ പേരിൽ അതിനകത്ത് വന്ന ടിക്കറ്റ് ചെക്കർ ഇയാളെ പിടിക്കുകയും ഇയാളെ പിടിച്ച് ഇയാളെ പൂര തെറി പറയുകയും ഇയാൾ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് ഇയാൾ പറഞ്ഞപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നീ ഫുഡ് കഴിച്ചിട്ട് ബില്ല് വരുമ്പോൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡായിരുന്നു ഞാൻ കഴിച്ചത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് എന്ന് ആ ടിക്കറ്റ് ചെക്കർ പറയുകയും ഇയാളെ പുറത്തിറക്കി വിടുകയും ചെയ്ത ഒരു സംഭവമാണ് ഇയാൾ പറഞ്ഞിരുന്നത്. അത് ഞാൻ വാർത്തയാക്കിയിരുന്നു. എനിക്ക് ഒരുപാട് പേര് അതിൽ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതായത് സ്വിറ്റ്സർലാൻഡിലുള്ള തന്നെ മലയാളികളായിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനോട് അവർ യോജിപ്പ് പ്രകടിപ്പിച്ചത് ഞാൻ ആ സമയത്ത് ശ്രദ്ധയിൽപ്പെട്ടു. ഇനി മാഹീൻ്റെ പുതിയ വള്ളിയിലേക്ക് വരാം. ഈ പുള്ളിക്കാരിൽ മാത്രം ഇത്രയും വള്ളി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. നമ്മുടെ സ്വാതന്ത്ര്യദിനം അഥവാ ഇൻഡിപെൻഡൻസ് ഡേ. ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ മാഹീൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഹിച്ച് ഹൈക്ക് ചെയ്ത് നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. ഈ അഫ്ഗാനിസ്ഥാനിൽ ഹിച്ച് ഹൈക്ക് ചെയ്ത് നിൽക്കുന്ന മാഹീൻ സ്വാതന്ത്ര്യദിനത്തിനിട്ട ഒരു ഫോട്ടോ, ആ ഫോട്ടോ ഞാനിവിടെ കാണിക്കുന്നില്ല. ചിലപ്പോൾ ആ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് അത് ടേക്ക് ഡൗൺ ചെയ്യും. കാരണം ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനികളുടെ വേഷവും ഇട്ട് നിന്നുകൊണ്ട് ഒരു തോക്കുമുണ്ട് കയ്യിൽ. ആ തോക്കും എടുത്ത് തോളിലിട്ടുകൊണ്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നൊരു ഫോട്ടോയാണ് ഇയാൾ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇയാളുടെ കണ്ണിൽ അതിന് യാതൊരുവിധ പ്രശ്നവുമില്ല. പിന്നെ ഇവിടെയുള്ള സുഡാപ്പികളുടെ കണ്ണിലും യാതൊരുവിധ പ്രശ്നവുമില്ല. അതുകൊണ്ടാണ് ഈ മീഡിയ ഫണ്ടൊക്കെ ഇവനെ ഇരുന്ന് തച്ചിന് ന്യായീകരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അവർ ജാതിയില്ല മതവുമില്ല. അവർക്ക് ജാതിയില്ല. ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനിയായിട്ട്, മുസ്ലിം ആയിക്കോട്ടെ, ആരും ആയിക്കൊള്ളട്ടെ. നമ്മൾ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു ദിവസം ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്നിട്ട് ഒരു തോക്കും എടുത്ത് തോളിയിട്ടുകൊണ്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അതത്ര ഒരു നല്ല ഒരു ഫോട്ടോ അല്ല എന്ന് തന്നെയാണ് സാമാന്യം തലയിൽ ബോധമുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കുക. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. പക്ഷേ സുഡാപ്പികൾക്ക് അങ്ങനെ തോന്നില്ല. കാരണം അവർക്ക് താലിബാൻ്റെ നിയമങ്ങളുമെല്ലാം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് താലിബാൻ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്ന രീതി അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ തങ്ങളുമാരെല്ലാം പറയുന്നത് സ്ത്രീകളെ അധികാരമേൽപ്പിച്ച ഒരു ജനതയും മുടിഞ്ഞു പോകൂടാ നീയൊക്കെ എന്നൊക്കെ പറയുന്നത്. അത് തങ്ങൾ പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. തങ്ങൾ പറയുമ്പോൾ തക്കിടും എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരിയിരിക്കും. അതായത് സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നത് പ്രത്യുൽപാദനമാണ്. അതിനാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടിരിക്കുന്നത് എന്നൊക്കെ ഇവർ പച്ചയ്ക്ക് പറയും. എൻ്റെ കയ്യിൽ വീഡിയോ ഇരിപ്പുണ്ട്. പച്ചയ്ക്ക് പറയും. ഏത് ചാനലിൽ ചെന്നിരുന്നു, സമയം മലയാളത്തിലെ ഇൻ്റർവ്യൂവിലൊക്കെ ചെന്നിരുന്നു പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടും ഇവിടെ ഒരു പ്രതിഷേധമില്ല, ഒരു കാര്യമില്ല. നത്തിങ് വാക്കിംഗ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് വലിയ ഇഷ്ടമാണ്, അത് സുഡാപ്പികൾക്ക് വലിയ ഇഷ്ടമാണ് ഈ തോക്കും ബോംബും ഇതൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ ഇടുന്നത്. അവർക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു കേസാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു പ്രതീകാത്മക ചിത്രമാണ് എന്ന് വാദിക്കാനും സാധിക്കില്ല. മാഹീൻ ഇത് കേൾക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കേൾക്കുകയാണെങ്കിൽ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ താങ്കളെ അറിയിക്കട്ടെ, എനിക്ക് താങ്കളോട് വിരോധമോ വിദ്വേഷമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എനിക്കില്ല. എനിക്ക് താങ്കൾ നന്നായി കാണണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്കളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടെയാണ് ഞാൻ. പക്ഷേ ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് മാത്രമാണ് മാഹീനോട് എനിക്ക് പറയാനുള്ളത്. മാഹീൻ്റെ രാജ്യസ്നേഹം അല്ലെങ്കിൽ മാഹീൻ രാജ്യസ്നേഹിയാണോ, നിങ്ങളുടെ രാജ്യസ്നേഹത്തിൻ്റെ അളവ് അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അതല്ല ഇവിടുത്തെ പ്രശ്നം, ഒരു യുക്തിയുടെ പ്രശ്നമാണ്. യുക്തി എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ ആ യുക്തി അവിടെ വർക്കൗട്ടായില്ല എന്നാണ് മാഹീനോട് എനിക്ക് പ്രധാനമായിട്ടും പറയാനായിട്ട് ഉള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സുഡാപ്പി ചാനൽ ഇതിനെ എടുത്തിട്ട് ആഘോഷിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ മീഡിയ ഫണ്ട് കുറേ നാളായി അവന്മാർ ഔട്ട് ഓഫ് ഫോക്കസ് എടുത്തിട്ട് പൊരിച്ചിട്ടും കുറേ പേര് എന്നോട് ചോദിക്കുന്നു എന്താ ധനുഷ് ഇപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് എടുക്കാത്തതെന്ന്. വയ്യടേ, സത്യമായിട്ട് വയ്യ. അമ്മച്ചിയാണ് വാ കിഴകണല്ലാതെ യവന്മാരെ കൊണ്ട് യവന്മാർ നന്നാകുമെന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. വാ കിഴകും, അത്ര മാത്രമേ ഇതിനകത്ത് സംഭവിക്കാനുള്ളൂ. എന്തായിരുന്നാലും ഇതിനകത്ത് നമ്മുടെ ദാവൂദ് സാർ ഇറങ്ങിയിട്ടുണ്ട്. ദാവൂദ് സാർ എവിടെയൊക്കെ ചവറ തള്ളി എന്ന് പറഞ്ഞ് നാട്ടുകാർ പിടിച്ച് വിളവാരം കെട്ടിയിട്ടെന്ന് പറഞ്ഞൊരു വാർത്തയൊക്കെ ഞാൻ കൊടുത്തതാണ്. അതിനുശേഷം എന്തായെന്നറിയില്ല. ഞാൻ അമീറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദാവൂദ് സാർ അവിടെ കിടന്ന് ഷോ ഒക്കെ കാണിച്ചപ്പോൾ പോലീസുകാരന്മാർ
ദാവൂദ് സാറിൻ്റെ സഹായിക്കെതിരെ കേസെടുത്തിട്ട് ദാവൂദ് സാറിനെ പറഞ്ഞു വിട്ടു എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ദാവൂദ് സാറിൻ്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദാവൂദ് സാർ അറിയാലോ, സ്വാഭാവികമായിട്ടും വളരെ മിതമായിട്ടുള്ള ഭാഷയിൽ വർഗീയത പറയുന്ന ഒരു ദാവൂദ് സാർ അറിയാലോ, വളരെ സൗമ്യമായിട്ടുള്ള ഭാഷയിൽ വർഗീയത പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ദാവൂദ് സാർ എന്ന് പറയുന്നത്. വാ തുറന്ന ഇന്ത്യയെ എങ്ങനെ ഇകഴ്ത്താം എന്നുള്ളൊരു കാര്യം മാത്രമേ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളൂ. പിന്നെ മുസ്ലിം സമുദായത്തിനെ പൂഴ്ത്തി കാണിക്കുക, ഇതര സമുദായങ്ങളെ ഇകഴ്ത്തുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. പിന്നെ BJP വിരോധവും RSS വിരോധവും ഒക്കെയാണ് ഇവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അതങ്ങനെ മാത്രമല്ല സംഭവിക്കും. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. ഏതാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ നടക്കുന്ന ടീമാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ ചാനലിൽ പ്രവർത്തിക്കുന്ന അവരുടെ അമീറായിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ അമീറായിട്ടുള്ള വ്യക്തിയുടെ വായിൽ നിന്ന് സുഗന്ധം വമിക്കും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ. സെപ്റ്റി ടാങ്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇയാൾ അതിനകത്ത് പ്രധാനമായിട്ടും ഒരു ആരോപണം, ബാക്കിയെല്ലാം ചവറാണ്, കണാകുണാന്ന് എന്തൊക്കെയാണ് പറയുന്നുള്ളൂ, അതിനകത്തൊന്നും പറയാനൊന്നുമില്ല. അതിൽ ഒരു ആരോപണം ഇയാൾ പറഞ്ഞത്, മിത്രങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ താലിബാനെ, അതായത് ഈ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മളിവിടെ വിളിച്ചു വരുത്തി അവരെ നമ്മുടെ ഇന്ത്യ സന്ദർശിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. പോരാത്തതിന് എന്തൊക്കെയോ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. ദാവൂദ് സാർ പറഞ്ഞ ആ കാര്യമൊക്കെ കറക്റ്റാണ്. അതായത് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ട് ഇപ്പം നല്ല ബന്ധത്തിലാണ്, വളരെ നല്ല ബന്ധത്തിലാണ് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ട്. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിലാണ്. അവരുടെ മന്ത്രിയായിട്ടുള്ള മുത്തഖി ഇന്ത്യ സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വളരെ നല്ല മികച്ച ബന്ധത്തിൽ അഫ്ഗാനിസ്ഥാനും നമ്മളുമായിട്ട് പോവുകയാണ്. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു ബന്ധവും ബന്ധം എന്ന് പറയുന്നത്, ഇവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ കെട്ടിപ്പുണരും. ഇന്നലെ വരെ ഇവർ താലിബാൻ ഫാൻസ് ആയിരുന്നു, അത് വേറെ കാര്യം. ഇന്ന് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് അടുത്ത് ഇന്ത്യക്ക് വേണ്ടി അഫ്ഗാനിസ്ഥാൻ അജ്ഞാതന്മാരെ ഇറക്കി പാകിസ്ഥാനിൽ യവന്മാരുടെ പല ആൾക്കാരെയും ചുട്ടു തള്ളുമ്പോൾ യവന്മാർക്ക് അഫ്ഗാനിസ്ഥാനും വലിയ രീതിയിലുള്ള പ്രശ്നം യവന്മാരുടെ ഉള്ളിലുണ്ടാക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ട് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ സൗഹൃദത്തിലായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യക്ക് അങ്ങനെ അഫ്ഗാനിസ്ഥാനുമായിട്ടാകാൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇത് നമ്മുടെ അയൽ രാജ്യമാണ്. ഇപ്പോൾ ഉദാഹരണം ബംഗ്ലാദേശ് എടുക്കാം. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽ രാജ്യമാണ്. ഇത് നയതന്ത്രമാണ്, നരിതന്ത്രമല്ല. അതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ബംഗ്ലാദേശ് നമ്മുടെ കഷത്തിൻ്റെ ഇടയിൽ കിടക്കുന്ന രാജ്യമാണ്. ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൽ നമുക്കറിയാം, ബംഗ്ലാദേശികൾക്കൊന്നും ഇന്ത്യക്കാരോടൊരു തരിമ്പ് സ്നേഹമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ബംഗ്ലാദേശിന് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ എയ്ഡ് കൊടുക്കും. അറിയാമല്ലോ, പൈസ കൊടുക്കും. അതായത് നിങ്ങളെ നച്ചിലി പിച്ചിലി ചിലവൊക്കെ നടന്നു പോട്ടെ എന്ന് പറഞ്ഞ് ഇന്ത്യ പൈസ കൊടുക്കും. നേപ്പാളിന് ഇന്ത്യ പൈസ കൊടുക്കും. ശ്രീലങ്കയ്ക്ക് ഇന്ത്യ പൈസ കൊടുക്കും. അങ്ങനെ കുറച്ച് പൈസ. കാരണം ഇവരെല്ലാം നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളാണ്. ഒരു രാജ്യം സ്ഥിരതയുള്ള രാജ്യമായി മാറണമെങ്കിൽ, ആ രാജ്യത്ത് സ്ഥിരതയുള്ള ഒരു ഗവൺമെൻറ് വരണം, ആ രാജ്യത്തെ ഭരണം സുസ്ഥിരമാവണമെങ്കിൽ നമ്മുടെ അയൽ രാജ്യങ്ങളും സുസ്ഥിരമായിരിക്കണം. അതുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നമ്മൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ഉള്ളതെങ്കിലും പോലും അവർ നമ്മുടെ അയൽ രാജ്യത്താണ് കിടക്കുന്നത്, അയൽ രാജ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശ് അമേരിക്കയുടെ അടുത്താണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ നാളെ അവിടെ ബ്രഹ്മോസ് ഇട്ടേനെ, അത് വേറെ കാര്യം. അവിടെ ഇരുന്നുകൊണ്ടാണ് ചൊറിയുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തേനെ. പക്ഷേ ഇത് നമ്മുടെ അയൽ രാജ്യമാണ്. അവന്മാരെ അങ്ങനെ നമുക്കെടുത്ത് തള്ളിക്കളയാൻ പറ്റില്ല. അവന്മാരെ നമ്മൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ അവന്മാരുടെ രാജ്യത്ത് കയറി അവന്മാരെ നമുക്കെതിരെ എന്ത് ചെയ്യും, തിരിക്കും. അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂനിസ് ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നു. ജൻസി കലാപം ഉണ്ടായി, യൂനിസ് വന്നല്ലോ. അങ്ങനെ യൂനിസ് വന്ന ശേഷം ബംഗ്ലാദേശിൽ എന്താണ് നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം താരിഖ് റഹ്മാൻ വന്നു. ഒരു ഇന്ത്യ വിരുദ്ധ സർക്കാരാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. നേപ്പാളിലും ബാലൻ ഷായുടെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യ വിരുദ്ധ സർക്കാരാണ് നിൽക്കുന്നത്. പാകിസ്ഥാനിലും ഒരു ഇന്ത്യ വിരുദ്ധ സർക്കാരാണ് എല്ലാ കാലവും നിന്നിരുന്നതും ഇനി നിലകൊള്ളാൻ പോകുന്നതും. അപ്പോൾ ഇന്ത്യയുടെ അതിർത്തികൾ എല്ലാം തന്നെ സുസ്ഥിരമല്ല, അസ്ഥിരമാണ്. ഈ അസ്ഥിരമായിട്ടുള്ള അതിർത്തികളിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ നേപ്പാളും ബംഗ്ലാദേശും. പിന്നെ അഫ്ഗാനിസ്ഥാൻ നമുക്ക് കിട്ടിയൊരു ലോട്ടറിയാണ്. ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ വളർത്തിക്കൊണ്ടുവന്നത് നമ്മളടിക്കാനാണ്. അതായത് ഈ ദാവൂദ് സാറിൻ്റെയൊക്കെ മണ്ടയിൽ കൊണ്ട് ബോംബിടാനാണ് അഫ്ഗാനിസ്ഥാനെ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടുവന്നത്. അമേരിക്കയാണ് താലിബാനെ വളർത്തിക്കൊണ്ടുവന്നത്. അത് വേറൊരു ചരിത്രമാണ്, അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. എന്തായിരുന്നാലും താലിബാനെ വളർത്തി പാകിസ്ഥാൻ വഴി ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാനാണ് താലിബാനെ കൊണ്ടുവന്നത്. പക്ഷേ താലിബാൻ എന്താണ് ചെയ്തത്? അഫ്ഗാനിസ്ഥാൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ താലിബാന് പാകിസ്ഥാനും കൂടെ മുണുങ്ങണമെന്ന് തോന്നി. അങ്ങനെ പാകിസ്ഥാനകത്ത് കയറി അഫ്ഗാനിസ്ഥാൻ തെഹ്രീക്കെ താലിബാൻ ഉണ്ടാക്കി. തെഹ്രീക്കെ താലിബാൻ ഇപ്പോൾ പാകിസ്ഥാനെ പിരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ കുറച്ച് തവിടും പിണ്ണാക്കും അവന്മാർക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മോസ് ഒന്നും ചിലവാക്കേണ്ട. ഒരു ബ്രഹ്മോസിന് എനിക്ക് തോന്നുന്നു 10-200 കോടി രൂപ വില വരും. ആ ബ്രഹ്മോസ് ഒന്നും നമുക്ക് ചിലവാക്കേണ്ട, ആ പൈസ നമുക്ക് ലാഭം. അവന്മാരിറങ്ങി ആ പാകിസ്ഥാനിലെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനെ എന്ത് ചെയ്യുന്നത്, പരിപോഷിപ്പിക്കുന്നത്.
അതിന് വേണ്ടിയിട്ടാണ് അഫ്ഗാനിസ്ഥാനെ നമ്മളെ സുഹൃത്താക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ അറബിക് സീയിലേക്കുള്ള ഗേറ്റ് വേ ആണ്. ഏത് രാജ്യങ്ങൾക്ക്? മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് അറബിക് സീയിലേക്കുള്ളൊരു ഗേറ്റ് വേ ആണ്. ആ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം റഷ്യ നോട്ട വിട്ടിട്ടുണ്ട്, ചൈന നോട്ട വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളുമായിട്ട് അടുക്കുകയാണ്, ഇന്ത്യയുമായിട്ട് അടുക്കുകയാണ്. കാരണം പാകിസ്ഥാനെ ഒതുക്കണം, അതുകൊണ്ട് ഇന്ത്യയായിട്ട് നമ്മൾ അടുക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാനെ അടിക്കാനായിട്ട് നമ്മളുമായിട്ട് സഹകരിക്കുന്ന എല്ലാ ആൾക്കാർക്കും നമ്മൾ കൈ കൊടുക്കും, എല്ലാവർക്കും കൈ കൊടുക്കും. നമുക്ക് ദോഷമില്ലേ, നമ്മൾ കൈ കൊടുത്തിരിക്കും. അഫ്ഗാനിസ്ഥാന് നമ്മളോട് നല്ല സ്നേഹമാണ്. ഇപ്പം മാഹീൻ അഫ്ഗാനിസ്ഥാനിലോട്ട് ചെല്ലുമ്പോൾ മാഹീന് മനസ്സിലാവും ഇന്ത്യക്കാരോട് അഫ്ഗാനികൾക്ക് ഇപ്പോൾ ഒരു പ്രത്യേക പ്രിയമുണ്ട് എന്നും പറഞ്ഞ്, ഞാൻ ഈ ദാവൂദ് ലവൻ്റെ അടുത്താണ് പറയണത് എന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ അതിനകത്തുള്ള താലിബാൻ അവന്മാരുടെ നയങ്ങളെ മിത്രങ്ങളെടുത്ത് തോളി വെച്ചോളണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് ദാവൂദ് സാർ എടുത്ത് വെച്ചാൽ മതി. കാരണം യവന്മാർ സ്ത്രീകളോട് ചെയ്യുന്ന കാര്യങ്ങൾ, യവന്മാരവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ അടിമച്ചന്തയിൽ കൊണ്ട് വിൽക്കുന്ന കാര്യങ്ങൾ, അവിടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന കാര്യങ്ങൾ. ഞാൻ തന്നെ എടുത്തിട്ടുള്ളൊരു വാർത്തയുണ്ട്, അതായത് പാശ്ചാത്യ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയാണ്. അഫ്ഗാനിസ്ഥാനിൽ പുഞ്ചിരി നിരോധിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ പുഞ്ചിരിക്കാൻ പാടില്ല, അങ്ങനെ നിരോധിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ പുരുഷൻ്റെ കൂടെ അല്ലാതെ പുറത്തിറങ്ങിയ ചാട്ടവാറടി കിട്ടും എന്നുള്ള രീതിയിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. അതാണ് അഫ്ഗാനിസ്ഥാൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇത് പോരാത്തതിന് പഠിക്കാൻ സ്ത്രീകൾക്ക് അവകാശമില്ല, യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ആർക്കുമില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇനി മാഹീനിലേക്ക് വരികയാണെങ്കിൽ, അഫ്ഗാനിസ്ഥാനിൽ പോയി മാഹീൻ അഫ്ഗാനിസ്ഥാനെ നല്ലതുപോലെ പുകഴ്ത്തുന്നുണ്ട്. നല്ല കാര്യം, നിങ്ങൾ പുകഴ്ത്തിക്കൂ, യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ അങ്ങനെ പുകഴ്ത്തുമ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എടേ നീ എവിടെ ചെന്നാലും നീ ഇന്ത്യയെ എപ്പോഴും കുറ്റം പറയും. എന്തെങ്കിലും ആ രാജ്യത്തുള്ള എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് സാധനം എടുത്തിട്ട് ഇന്ത്യയെ കുറ്റം പറയും. സ്വാഭാവികമായിട്ട് അങ്ങനെ ഇന്ത്യയെ കുറ്റം പറയുന്ന മാഹീൻ അല്ലെങ്കിൽ ലിവൻ ഈ ഇന്ത്യൻ പട്ടാളക്കാരെ വരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പട്ടാളക്കാർ ഇവൻ്റെ കൂടെ വന്ന സ്ത്രീകളെ കയറി പിടിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ സ്ത്രീകളെ ചോദിച്ചു എന്ന് വരെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഇയാളുടെ വീഡിയോയിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ വ്യക്തി, അതായത് അപ്പോൾ നമുക്ക് മനസ്സിലാവും സ്ത്രീകളോട് അത്ര കൺസേൺ ഉള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് അഫ്ഗാനിസ്ഥാനിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ താഴെ കമൻറ്റിലൂടെ ചോദിക്കും, അവിടെയുള്ള സ്ത്രീകളെക്കുറിച്ച് എന്താണ് താങ്കളൊന്നും പറയാത്തത്? അവിടെയുള്ള സ്ത്രീകൾക്ക് സൗഖ്യമാണോ? അവിടെയുള്ള സ്ത്രീകളുടെ അവസ്ഥകളൊന്ന് കാണിക്കൂ എന്നൊക്കെ അവർ സ്വാഭാവികമായിട്ടും പറയും. മനസ്സിലായില്ലേ? അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണമാണ്. അത് താങ്കൾ തന്നെ അവർക്ക് ഇട്ടുകൊടുത്ത ഒരു സംഭവമാണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ മറ്റേ ലവൻ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. മറ്റേ ജിമ്മി ഉണ്ടല്ലോ, ജിമ്മി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ച ജിമ്മി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനുണ്ട്. പെഡിഗിരി തീന്നു ഇല്ലെങ്കിൽ ഇട്ടുതരായിരുന്നു. അപ്പോൾ ആ ജിമ്മി തിരിച്ചെത്തിയിട്ടുണ്ട്. ജിമ്മി അവിടെ വന്നിട്ട് വലിയ കാര്യമൊക്കെ അടിക്കുന്നുണ്ട്. ഈ ജെൻസി തലമുറ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ജെൻസി തലമുറ ഇപ്പം അതിൻ്റെ താഴെ ആര് അടി കൂടുന്നു, എന്ത് അടി കൂടുന്നു. ഇങ്ങനെ കുറേ ബൂമർ അമ്മാവന്മാർ വന്നാണ് ഈ മാഹീൻ്റെ ഇതിൻ്റെ താഴെ പൊരിഞ്ഞ അടി നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ജെൻസിയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കാലം കർഷകന്മാരെ പിടിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ താഴെ ഇറങ്ങാൻ നോക്കി, കലാപം ഉണ്ടാക്കാൻ നോക്കി, നടന്നില്ല. കുറേ കാലം പൗരത്വ നിയമം വന്നപ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെ മുസ്ലിങ്ങൾ തെരുവിലിറങ്ങുന്നു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ താങ്ങി പ്രധാനമന്ത്രിയെ താഴെ ഇറക്കാൻ നോക്കി, അതും നടന്നില്ല. അതിന് ശേഷം E20 പെട്രോൾ വന്നിട്ട് രാജ്യത്തെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയേക്കും എന്നുള്ളത് കൊണ്ട് അത് കുറേ കാലം കൊണ്ട് കിടന്ന് അതും നടന്നില്ല. ഇപ്പോൾ ജെൻസിയിൽ കയറി പിടിച്ചിരിക്കുകയാണ്. ജെൻസി തലമുറ, രാജ്യത്തെ ജെൻസി തലമുറ ഇതൊന്നും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യവന്മാരെല്ലാം കൂടെ. ഈ കമൻ്റ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അതായത് മാഹീൻ അത് തുടർന്നോ കമൻ്റൊക്കെ ആര് നോക്കുന്നു എന്നാണ് പറയുന്നത്. അതേസമയം ഈ ജിമ്മി ജെയിംസോ ഈ മീഡിയ ഫണ്ട് എന്ന് പറയുന്ന ഈ ചാനലോ ഏതെങ്കിലും ഒരു BJP-കാരനോ RSS-കാരനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു ഹിന്ദു ആയിട്ടുള്ളൊരു വ്യക്തി ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു സംഭവം ചെയ്തു എന്നിരിക്കുക. അതായത് ഹിന്ദു ആയിട്ടുള്ളൊരു വ്യക്തി ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു സംഭവം, അതായത് ഒരു ഹിന്ദു ആയിട്ടുള്ളൊരു വ്യക്തി ഒരു വാളും എടുത്ത് ഇൻഡിപെൻഡൻസ് ഡേക്ക് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ഈ മീഡിയ ഫണ്ട് എന്തായിരിക്കും ചർച്ച ചെയ്യുന്നത്? ഇവന്മാർ ഔട്ട് ഓഫ് ഫോക്കസ് എങ്ങനെയായിരിക്കും? സംഘിൻ്റെ വിശ്വരൂപം പുറത്ത്. അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കും നിങ്ങൾ. എന്തൊരു മാരകമായിട്ടുള്ള കമൻറ്റുകളാണ് ആൾക്കാർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതവിടെ. പക്ഷെ മാഹീൻ തോക്കുമായിട്ട് നിൽക്കുമ്പോൾ കമൻറ്റ് സെക്ഷനൊക്കെ ആര് നോക്കുന്നു? കമൻറ്റ് സെക്ഷനൊക്കെ ആര് നോക്കേണ്ട കാര്യമില്ല. കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ജെൻസി തലമുറ അവഗണിച്ച് കഴിഞ്ഞു. പക്ഷേ ഇവിടെ വരുമ്പോൾ ജെൻസി തലമുറ അതിനെ അവഗണിക്കില്ല. ജെൻസി തലമുറ ഇതിനെ തള്ളകി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നവർ പറയും. അപ്പം സ്വാഭാവികമായിട്ട് ഇവരുടെ രാഷ്ട്രീയമാണ്. യവന്മാർ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് മോദി വീണ്ടും അവിടെ കയറി ഭരിക്കുകയായിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും മാഹീൻ
എന്ന് പറയുന്ന ആ വ്യക്തി അതിനുശേഷം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷൻ വീഡിയോ ഞാനിവിടെ കാണിക്കുന്നില്ല. അതിൻ്റെ താഴെ മൊത്തം തെറിയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിൻ്റെ താഴെ വളരെ മാന്യമായിട്ട് ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് ജാതി മതമൊന്നും ഞാൻ കണ്ടില്ല. ആക്ച്വലി വിവരമില്ലായ്മയാണ് താങ്കൾ കാണിക്കുന്നത്. മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ കമൻ്റ് അടിച്ചിരിക്കുന്നത് നോക്കൂ. ഗണ്ണ് വെച്ചൊരു ഇൻഡിപെൻഡൻസ് ഡേ പോസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു യോജിപ്പുമില്ല. നിങ്ങളുടെ യാത്രകളും വീഡിയോകളും എല്ലാം കാണാറുണ്ട്, ഇഷ്ടവുമാണ് എന്നാണ് പറയുന്നത്. വേറെ ഒരാൾ, ഞാൻ RSS അല്ല, പക്ഷേ വെറുതെ ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പോസ്റ്റ് ആയിരുന്നു അത് എന്ന് ആർക്കും മനസ്സിലാവും. സ്വാതന്ത്ര്യദിന സമയത്ത് എല്ലാവരും എല്ലാ രാജ്യത്തും ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക എഴുതി നിൽക്കുന്ന സമയത്ത് ഒരാളത് മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, തോക്കും ചൂണ്ടി നിൽക്കുകയാണെങ്കിൽ അതിനെന്താണ് അർത്ഥം? ദയവ് ചെയ്ത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ലോകം കറങ്ങിയിട്ട് ഒരു കാര്യവുമില്ല, വകതിരിവുണ്ടാകാൻ എന്ന് പറഞ്ഞൊരു ജാഫ് കനിറല ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ റീച്ച് മുഖ്യം, മണി മാറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വേറെ പല ആൾക്കാരും കമൻ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അബ്ദുൾ വാഹിദ് എന്ന് പറഞ്ഞ ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നത്, ബ്രോ യു നോ ഓൾറെഡി ബട്ട് യു ഡിഡ് ബിക്കോസ് യു നോ ഹൗ ടു പ്രൊമോട്ട് യുവർ സെൽഫ്. അത് നിനക്കറിയാം ഇത് തെറ്റാണെന്ന്, പക്ഷേ നിനക്കറിയാം നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ ആ ഫോട്ടോ പോസ്റ്റ് ചൂസ് ചെയ്തതിൽ അത്രയ്ക്ക് നിഷ്കളങ്കത ഞാൻ കാണുന്നില്ല. ചോറ് തിന്നുന്നവർക്ക് മനസ്സിലാകും ഇൻറ്റൻഷൻ എന്താണെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഇനി സൽമാൻ എന്ന് പറയുന്നൊരു വ്യക്തി ഇട്ടിരിക്കുന്ന പോസ്റ്റ്, ഇനി എയർപോർട്ടിൽ പോയി വിസ റിജക്റ്റ് ചെയ്തു, അതുപോലെ തന്നെ എന്നെ ഇവിടെ പിടിച്ചു അവിടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കരയാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ജംഷാ എന്ന് പറയുന്ന ഒരു വ്യക്തി, വെളുപ്പിക്കല്ലേ ബ്രോ, ഉള്ളിലുള്ള തീവ്ര മൈൻഡ് എല്ലാം മെല്ലെ മെല്ലെ പുറത്തു വരുന്നുണ്ടെന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ തന്നെ ഇയാൾക്കെതിരെ രംഗത്തെത്തുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നത്. ഷരീഫ് ഹദാദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടിരിക്കുന്നത്, ഇവനൊക്കെ റീച്ചാണ് മുഖ്യം, ആളുകൾ തമ്മിൽ വർഗീയത പറഞ്ഞ് കമൻറ്റ് ബോക്സ് നിറയ്ക്കണം, അതാണ് ഇവൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞ് അവർ രംഗത്തെത്തുന്നുണ്ട്. മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ രംഗത്തെത്തുന്നുണ്ട്. തോക്കല്ല ബ്രോ പ്രശ്നം, സമയവും സന്ദർഭവുമാണ് പ്രശ്നം. നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാത്ത ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാതെ ഇരിക്കുക എന്ന് വേറെ പല ആൾക്കാർ പറയുന്നുണ്ട്. തോക്കിട്ട് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ മറുപടി പറയൂ എന്ന് വേറൊരാൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഉദ്ദേശിച്ചത് നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലേ, അല്ലാതെ തോക്ക് പിടിച്ച് നിന്ന് എന്ത് ഇൻഡിപെൻഡൻസ് ഡേ മെസ്സേജാണ് നൽകാൻ നോക്കിയെന്ന് വേറെ. അതായത് കമൻറ്റ് ബോക്സ് മുഴുവനും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, വല്ലാത്ത രീതിയിൽ വളരെ മോശമാണ് എന്ന് പറയുന്നുണ്ട്. ഫവാസ് കലങ്ങാടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത്, വെറുതെ റീച്ചിന് വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടല്ലേ ബ്രോ, ആ ഫോട്ടോ കൊണ്ട് എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യമായി ബന്ധം എന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. സാമിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ട്, എല്ലാം റീച്ചിന് വേണ്ടി ഇതൊക്കെ കണ്ടു നിൽക്കുന്ന നമ്മളെല്ലാം പൊട്ടന്മാർ, ഇവൻ ഇത് വെച്ച് കുറേ വീഡിയോ ചെയ്യും, കായ് ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. വേറെ ഹൈഡൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അണ്ണൻ വർഗീയത വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കരുത്, ഇന്നിട്ടാൽ റീച്ച് കിട്ടുമെന്നറിയാം, വിവാദമുണ്ടായാലും റീച്ച് കിട്ടുമെന്ന് വേറൊരു ആൾ പറയുന്നുണ്ട്. സനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി പറയുന്നുണ്ട്, മാഹിനെ, നമ്മൾ നിൻ്റെ വീഡിയോസ് റെഗുലറായി കാണുന്നവരാണ്. ആദ്യകാലങ്ങൾ മുതൽ ഈ സമയം വരെ ഞാൻ നിൻ്റെ വീഡിയോസ് കാണാറുണ്ട്, ഇനിയും കാണുകയും ചെയ്യും. പക്ഷേ ഇത് അധികം കടന്നുപോയി. പലപ്പോഴും വീഡിയോസ് കാണുമ്പോൾ തോന്നാറുണ്ട് ഉള്ളിലെ ആ ഒരു മനോഭാവം ആരെയൊക്കെയോ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. താഹിർ എന്ന് പറയുന്ന ഒരു വ്യക്തി, വെറുതെ പറയിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള പോസ്റ്റുകൾ ചെയ്യരുത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിന് ഇടേണ്ട പോസ്റ്റാണോ ഇത്? നമ്മൾ ഇന്ത്യക്കാർ അഹിംസയിലൂടെയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്, അതും കൂടി ഓർക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുകയാണ്. കാരണം ഇങ്ങനെ വേണം ഒരു സമുദായം ഇതിനെ നേരിടാൻ എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അവർ തന്നെ തള്ളിപ്പറയുകയാണ്, ഇങ്ങനെയല്ല ഇത് നേരിടേണ്ടത്. ഇതിനകത്ത് യുക്തിപരമായി ഒട്ടും യോജിക്കാത്ത കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ ശരിയല്ല എൻ്റെ ശരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷേ ഇത് ഒരു പൊതുവായിട്ടുള്ളൊരു ശരിയുണ്ട് ഇതിന്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൽ തോക്കും വാളും പൊക്കിക്കൊണ്ട് നിൽക്കുന്നതല്ല സ്വാതന്ത്ര്യദിനത്തിന് ഇടേണ്ട പടം. ഇന്ത്യയുടെ പതാക ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നതാണ് സ്വാതന്ത്ര്യദിനത്തിന് ഇടേണ്ട പടം. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളുടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് മാത്രം ഇട്ടാൽ മതി എന്നുള്ളത്. അത് നിങ്ങൾ അഫ്ഗാനിസ്ഥാനിയായിട്ട് നിൽക്കുന്നതോ ആഫ്രിക്കനായിട്ട് നിൽക്കുന്നതോ ഇറാനിയനായിട്ട് നിൽക്കുന്നതോ ഇറാഖിൽ പോയി നിൽക്കുന്നതോ അതിലൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇത് വെച്ച് നമ്മുടെ രാജ്യത്ത് വിഭജനം ഉണ്ടാക്കാനും ഈ പിള്ളേരുടെ ഇടയിലും മറ്റുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നവന്മാരാണ് മറ്റവന്മാരും. ആര്? മീഡിയ ഫൺ എന്ന് പറയുന്ന ലവന്മാരുണ്ടല്ലോ, അവന്മാരാണ് ഇത് വെച്ച് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവന്മാരുടെ ഇടയിലേക്കാണ്, അവന്മാർക്കാണ് ഇത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, വളമായി മാറാനായിട്ട് പോകുന്നത്. കാരണം ഇവിടെ ഇങ്ങനെ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഈ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇത് RSSO BJP ഒന്നും ഇതിനെടുത്ത് വിമർശിക്കാനോ ഒന്നും പോകുന്നില്ല. ഇത് കേരളമായതുകൊണ്ട് തന്നെ, കേരളത്തിൻ്റെ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അത് വിമർശിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇത് ഏറ്റവും കൂടുതൽ വളമാകുന്നത് ഇവന്മാർക്കാണ് എന്നുള്ളതാണ്. ഇവന്മാർ ഇത് വെച്ച് കുറച്ചുകൂടെ വർഗീയത ഇങ്ങനെ ചമച്ചുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ശരി.